തോരാത്ത നോവിൻ്റെ മഹാനഷ്ടത്തിൻ്റെ ഒരാണ്ട്. ചൂരൽമലയിലും മുണ്ടക്കയിലും പൊലിഞ്ഞുപോയ ജീവനുകൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് 1-ാം വാർഷികത്തിൽ ആ ഓർമ്മകളിൽ എപ്പോഴും മനുഷ്യരുടെ പ്രത്യേകത ഓർമ്മകളാണ്. വേട്ടയാടുന്ന അത്തരം ഓർമ്മകളിൽ നിന്ന് അവർക്ക് തിരികെ ജീവിതത്തിലേക്ക് വരാൻ ഒരു നാട് മുഴുവൻ കൂട്ടുനിന്നതാണ്. പക്ഷെ അത് എത്രത്തോളം എത്തി എന്ന കാര്യത്തിൽ ഈ 1-ാം വർഷം തികയുന്ന ദിവസവും ചില ചിന്തകൾ ഉണ്ടാവേണ്ടതാണ്. ആ ഓർമ്മയിൽ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. കേരളത്തിന്റെ നെഞ്ചു പിളർത്തിയ വയനാട് ദുരന്തത്തിന് ഒരാണ്ട്. ഉരുൾപൊട്ടലിന്റെ ഞെട്ടൽ മാറാതെ മുണ്ടക്കയും ചൂരൽമലയും. ഹൃദയഭൂമിയിൽ ഇന്ന് പ്രത്യേക അനുസ്മരണ പരിപാടികൾ. പുനരധിവാസം വൈകുന്നതിൽ 1-ാം ആണ്ടിലും പ്രതിഷേധം. റഷ്യയിൽ വൻ ഭൂചലനം 8.7 തീവ്രത രേഖപ്പെടുത്തി. അമേരിക്കയിലും ജപ്പാനിലും സുനാമി മുന്നറിയിപ്പ്. തീരപ്രദേശങ്ങളിൽ നിന്ന് അടിയന്തരമായി ഒഴിയണമെന്ന് ജാപ്പനീസ് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. 4 കളക്ടർമാർ ഉൾപ്പെടെ 25 പേർക്ക് സ്ഥലം മാറ്റം. പാലക്കാട്, കോട്ടയം, എറണാകുളം, ഇടുക്കി കളക്ടർമാർക്ക് NSK ഉമേഷ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. KSRTC ബസ്സിൽ നഗ്നതാ പ്രദർശനം നടത്തിയ പ്രതി പിടിയിലായത് മൈലക്കാട് സ്വദേശി സുനിൽ കുമാർ. പിടികൂടിയത് ഇത്തിക്കര പാലത്തിന് സമീപത്ത് നിന്ന്. ധർമ്മസ്ഥലയിൽ മണ്ണ് നീക്കിയുള്ള പരിശോധന തുടരും. ഇന്നത്തെ പരിശോധന സ്നാനഘട്ടത്തിന് സമീപത്തെ 2-ാം പോയിന്റിൽ. കുഴിക്കുമ്പോൾ വെള്ളം കയറുന്നത് പരിശോധനയ്ക്ക് വെല്ലുവിളി. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പാർലമെന്റിൽ പ്രതിഷേധം തുടരും. രാജ്യസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷ MP-മാർ. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. രാജ്ഭവനിലേക്ക് ഇന്ന് മാർച്ച്. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് സെഷൻസ് കോടതിയിൽ. മഹാദുരന്തത്തിന് ഒരാണ്ട്. ജൂലൈ 30 കേരളം മറക്കാത്ത ഒരു ദിവസമാണിത്. വയനാടിനെ തകർത്തെറിഞ്ഞ, നിരവധി കുടുംബങ്ങളെ അനാഥമാക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട് തികയുകയാണ്. പ്രകൃതി താണ്ഡവമാടിയ ആ രാത്രിയിലെ കണ്ണീർ ഒരു വർഷത്തിനിപ്പുറവും തോർന്നിട്ടില്ല. ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ ഒരു നാടില്ലാതായത് ഇങ്ങനെയാണ്. 2024 ജൂലൈ 29 അർദ്ധരാത്രി കനത്ത മഴ പെയ്തു. പ്രകൃതി ചില ദുസ്സൂചനകൾ നൽകി. പക്ഷേ അന്ന് രാത്രി അവർ സ്വസ്ഥമായി ഉറങ്ങാൻ കിടന്നു. വെള്ളരിമല ഇടിച്ചിറങ്ങിവന്ന് തങ്ങളെ ഇല്ലാതാക്കുമെന്ന് അവരാരും കരുതിയതുപോലുമില്ല. പുന്നപ്പുഴയുടെ ഉത്ഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് ആദ്യ ഉരുൾപൊട്ടി. മേപ്പാടി പഞ്ചായത്തിലെ 3 വാർഡുകളെയാണ് ദുരന്തം തകർത്തെറിഞ്ഞത്. പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെയുള്ള 8 കിലോമീറ്ററിൽ പ്രകൃതി താണ്ഡവമാടി. 298 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 32 പേരെ കാണാതായി. ചാലിയാറിലൂടെ മൃതദേഹ അവശിഷ്ടങ്ങൾ ഒഴുകി നടന്നു. 223 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. പരിക്കേറ്റവർ 35 പേരാണ്. കേന്ദ്ര സംസ്ഥാന സേനാ വിഭാഗങ്ങളിൽ നിന്നായി 1800-ലധികം പേരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പുന്നപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലം ഉരുളെടുത്തു. ഒറ്റപ്പെട്ടുപോയ ഇടത്ത് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനായി സൈന്യം ബേലി പാലം നിർമ്മിച്ചു. വയനാടിന്റെ കണ്ണീരൊപ്പാൻ നാടൊന്നിച്ചു. സർക്കാർ സംവിധാനങ്ങൾക്ക് പുറമെ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ഒപ്പം നിന്നു. പ്രധാനമന്ത്രി വരെ വന്നു. നിരവധി സഹായ വാഗ്ദാനങ്ങളുമുണ്ടായി. മുഖ്യമന്ത്രിയുടെ സഹായ നിധിയിലേക്ക് 772 കോടി സംഭാവന ലഭിച്ചു. ദുരന്ത മേഖലയിൽ ഇനി ജനവാസം സാധ്യമല്ലെന്ന് പഠന റിപ്പോർട്ട് വന്നു. ദുരന്തബാധിതരെ മാറ്റി താമസിപ്പിക്കാൻ
ടൗൺഷിപ്പ് പദ്ധതി ഒരുങ്ങി. സങ്കീർണമായ നിയമ നടപടികൾക്കൊടുവിൽ എൽസൺ എസ്റ്റേറ്റിൽ വീട് നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട്. 410 വീടുകളിൽ 1662 പേർക്ക് തണലൊരുക്കാനാണ് ശ്രമം. കേന്ദ്ര സഹായം പക്ഷേ ഇപ്പോഴും കീറാമുട്ടിയായി നിൽക്കുന്നു. സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന് പോലും പണം ചോദിച്ച കേന്ദ്രത്തിൽ നിന്ന് ഇനി കാര്യമായി പ്രതീക്ഷിക്കാനുമില്ല. ഒരു വർഷത്തിനിപ്പുറം ദുരന്തബാധിതരുടെ ജീവിതം ക്ലേശകരമായി തന്നെ നീങ്ങുന്നു. സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടലിൽ ഈ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ വേണ്ടത്ര വേഗം കൈവരിക്കാനാവുന്നില്ല എന്നത് പ്രതിസന്ധിയായി തുടരുന്നു. ദുരന്ത പ്രതീകമായി പുന്നപ്പുഴ ഇപ്പോഴും ഒഴുകുന്നു. മഴ തോർന്നു. പക്ഷേ നമ്മുടെ കരുതൽ എത്രയുണ്ടായാലും ഉറ്റവരെ നഷ്ടപ്പെട്ട ഈ നാട്ടുകാരുടെ കണ്ണീർ മാത്രം തോരുന്നില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. CV അനുമോദ് വയനാട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അനുമോദ് ഉള്ളത് ജൂലൈ 30 ഹൃദയഭൂമി എന്ന് പിന്നീട് നമ്മൾ പേരിട്ട് വിളിച്ച ആ സ്ഥലത്താണ്. 298 പേരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ മണ്ണിലാണ്. അനുമോദ്, കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമ്മൾ ഭീതിയുടെ മണിക്കൂറുകളിലൂടെ കടന്നു പോവുകയായിരുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലായി വരാൻ പോലും കുറേ സമയമെടുത്തു. അത് കഴിഞ്ഞ ഒരു വർഷത്തിനിപ്പുറം ആ ഓർമ്മകൾക്കപ്പുറത്ത് എവിടെ വരെ നമുക്ക് പോകാനായി, ആ മനുഷ്യരുടെ വേദന പരിഹരിക്കാൻ നമുക്ക് എവിടം വരെ പോകാനായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഭൗതികമായ കാര്യങ്ങളിലാണെങ്കിലും മാനസികമായ കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ എത്രത്തോളം നമുക്കവരെ ചേർത്ത് പിടിക്കാനായിട്ടുണ്ട്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ടുണ്ട് എന്നതാണ് ഇന്നത്തെ ദിവസം ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യമെന്ന് തോന്നുന്നു. ഇന്ന് എങ്ങനെയൊക്കെയാണ് അവിടെ ഈ വാർഷികത്തിൽ പരിപാടികൾ, അനുസ്മരണ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്? ഒപ്പം അവിടെ തുടർന്ന് വരുന്ന പ്രതിഷേധങ്ങളുമുണ്ടല്ലോ, അത് എങ്ങനെയൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ശ്രീജ. ഈ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന അറിയുന്നതും അറിയാത്തവരുമായ ആ ദുരന്തത്തിലിരകളായി അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഇവിടെ 266 പേരാണ് ഉറങ്ങിക്കിടക്കുന്നത്. അതിൽ പലരെയും നമുക്ക് പേരെടുത്ത് കാണാൻ സാധിക്കും, അവരുടെ പേരൊക്കെ കാണാൻ സാധിക്കും. മറ്റു പലരുടെയും പേരോ അവരാരാണെന്നോ അറിയാതെ അവരും ഇവർക്കൊപ്പം ഇവിടെ നിദ്രയിലാണ്. സത്യത്തിൽ ഈ ഒരു ശ്മശാന ഭൂമിക്ക്, അല്ലെങ്കിൽ ഈ ഒരു ശ്മശാന ഭൂമിക്ക് ഹൃദയഭൂമി എന്ന പേരിട്ടത് അക്ഷരാർത്ഥത്തിൽ ഈ ഒരു നാട് ഈ ഒരു ദുരന്തത്തിലിരകളായവർക്ക് നൽകുന്ന വലിയ ഒരു ആദരമാണ്. കാരണം അവരുടെയൊക്കെ ഹൃദയമാണ് ഇവിടെ തുടിക്കുന്നത്. ഇവരെയൊക്കെ ഒരിക്കൽ പോലും കാണാൻ കഴിയാത്ത, അവരുടെ ഓർമ്മകൾ മാത്രം നെഞ്ചേറ്റ് ജീവിക്കുന്ന ഒരു വലിയ ജനതയ്ക്കിടയിലാണ് നമ്മളുള്ളതിപ്പോൾ. ഒരു വർഷത്തിനിപ്പുറം നമ്മൾ ഓരോ തവണയും വയനാട്ടിലേക്ക് എത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ കാണുകയും അവരുടെ സാഹചര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു, അവർക്കൊപ്പം നിൽക്കുന്നു, അവർക്ക് ആശ്വാസം നൽകുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കൊന്നും പൂർണ്ണമായിട്ടും അവരുടെ ജീവിതം തിരിച്ചു നൽകാൻ കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ഓരോ ഘട്ടത്തിലും സർക്കാരിൻ്റെ ഇടപെടലൊക്കെ പല തരത്തിലുള്ള മാറ്റങ്ങൾ അവർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ടൗൺഷിപ്പിൻ്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയാണ് എല്ലാവർക്കും. കാരണം ഒരുമിച്ച് ജീവിക്കാൻ, പ്രിയപ്പെട്ടവർക്കൊപ്പം തന്നെ ആ പ്രദേശത്ത് തന്നെ താമസിക്കാനുള്ളൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായിരുന്നതൊക്കെ ഉരുൾകൊണ്ട് പോയപ്പോൾ ഇനി 0 തുടങ്ങുമ്പോൾ അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സമൂഹത്തിൻ്റെ വിവിധ തുറകളുടെ ഭാഗത്തു നിന്നും ഒരു പിന്തുണയുണ്ട് എന്ന ഒരു ആത്മവിശ്വാസം അവർക്ക് അത് വലുതാണ് നൽകുന്നത്. പക്ഷേ അതിനുണ്ടാകുന്നൊരു കാലതാമസം തന്നെയാണ് ഇവിടെയൊക്കെ എല്ലാവരും വിമർശനത്തിന് വിധേയമാക്കുന്ന ഒരു കാര്യവും. പ്രത്യേകിച്ച് ദുരന്തത്തിനിപ്പുറം ഒരു വർഷം പിന്നിടുമ്പോൾ ഒരു വീട് മാത്രമാണ്, മാതൃകാ വീട് എന്ന പേരിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട് മാത്രമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. മറ്റു വീടുകളുടെ പണിയൊക്കെ ഈ വർഷത്തിനുള്ളിൽ, ഡിസംബർ അവസാനത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നാണ് സർക്കാരിൻ്റെ ഉറപ്പുള്ളത്. അതിൻ്റെ അടിത്തറ നിർമ്മാണവും അതുപോലെയുള്ള മറ്റു നടപടികളൊക്കെ തന്നെ അവിടെ പുരോഗമിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിട്ട് എല്ലാവരും പറയുന്നത് അവരുടെ തൊഴിൽ എന്നുള്ളത് ആണ്. കാരണം ഈ ഒരു ദുരന്തത്തിൽ ഇരകളായവർ, മരിച്ചുപോയവരുടെ വേദന പേറി ജീവിക്കുന്നവർക്ക് അവരുടെ ഉപജീവനം പലതും നഷ്ടമായി. കാരണം 3 ഗ്രാമങ്ങളാണ് ഒരു രാത്രി കൊണ്ട് തുടച്ചില്ലാതായി പോയത്.
അവിടെ ഉണ്ടായിരുന്ന എണ്ണമറ്റ ജനങ്ങൾ, അവർ ആ ഗ്രാമങ്ങളിൽ അവിടുത്തെ കാപ്പിത്തോട്ടങ്ങളും അവിടുത്തെ എസ്റ്റേറ്റുകളും അവിടുത്തെ ടൗണിലെ വിവിധ ജോലികളും ഒക്കെ ചെയ്ത് ജീവിച്ചവരാണ്. അവരുടെയൊക്കെ തൊഴിൽ എന്നുള്ളത് ഇന്ന് എവിടെ എന്നറിയാത്ത ഒരു ചോദ്യചിഹ്നത്തിലാണുള്ളത്. അപ്പോഴങ്ങനെ ഉപജീവനത്തിന് വലിയ പ്രതിസന്ധി. സർക്കാരിൻ്റെ ദിവസത്തെ 300 രൂപ എന്നുള്ള വേതനം അവരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. പക്ഷേ അത് എല്ലാ കാലവും ഉണ്ടാകില്ല എന്ന വസ്തുതയും അവർക്കറിയാം. അപ്പോൾ അവരെ ചേർത്ത് നിർത്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പുനരധിവാസത്തിന് പുറമെ അത്തരത്തിൽ തൊഴിൽ സാധ്യതകളും അവരുടെ ഉപജീവനത്തിന് ഒരു നിത്യവരുമാനം ഉറപ്പാക്കാനുള്ള സാഹചര്യങ്ങളും കൂടി അവിടെ നൽകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകണം. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ഈ ഒരു മേഖലയിലെ ജനങ്ങളൊക്കെ അവരുടെ രക്ഷപ്പെട്ടവർ പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്ന ഒരു ആശങ്ക അവരുടെ ഭൂമിയെക്കുറിച്ചാണ്. അവിടെ കൃഷിഭൂമി പലതും ഉരുളെടുത്തു, വലിയ പാറക്കല്ലുകളും മരങ്ങളും ഒക്കെ വന്നടിഞ്ഞ് അവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഏക്കർ കണക്കിന് കൃഷിഭൂമിയാണ് അത്തരത്തിലുള്ളത്. അവിടെ കൃഷി ചെയ്യാമെന്നൊക്കെ സർക്കാർ പറയുമ്പോഴും അവിടെ അവർക്ക് എത്തിപ്പെടാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കൃഷിഭൂമിയിലെ ആ അടിഞ്ഞിരിക്കുന്ന വലിയ പാറക്കല്ലുകളും വലിയ മരങ്ങളൊക്കെ മാറ്റാൻ അവർക്ക് കഴിയുന്നില്ല. അവിടെ അവർക്ക് കൃഷി ഇറക്കാനും കഴിയുന്നില്ല. ചുരുക്കത്തിൽ അവർക്ക് ആ നോഗോ സോണിൽ അവർക്ക് കൃഷി ചെയ്യാമെന്ന സർക്കാരിൻ്റെ വാഗ്ദാനം പൂർണ്ണമായിട്ടും അവർക്കത് ഫലപ്രദമായിട്ട് നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു വസ്തുത. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ട ഒന്നാണ് ആ ഒരു മേഖലയിലെ വ്യാപാരികളും അതേപോലെ അവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളുടെ ഉടമസ്ഥരുമൊക്കെ. പലരുടെയും വലിയ വരുമാന സ്രോതസ്സായിരുന്നു ആ ചൂരൽമല ടൗണിലെയും മുണ്ടക്കയിലെയും ഒക്കെ കെട്ടിടങ്ങൾ. ഒരു വലിയ നമുക്കറിയാം ഒരു ടൂറിസം കേന്ദ്രമായിരുന്നു. ഒരു ഗ്രാമത്തിലൂടെ ഒരു പുഴയ്ക്ക് കുറുകെ നടന്ന് പോയി തേയിലത്തോട്ടങ്ങളിൽ കണ്ട് അങ്ങനെ ഒരു ഗ്രാമീണ അന്തരീക്ഷം യഥാർത്ഥത്തിൽ ആസ്വദിക്കാൻ കഴിയുന്നൊരു നാടായിരുന്നു ചൂരൽമല. അവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി പോയി. പക്ഷേ ഇപ്പോഴും അതിൻ്റെ എല്ലാം കണക്കുകൾ, അതിൻ്റെ എല്ലാം ഉടമസ്ഥർക്ക് എത്ര രൂപ കിട്ടുമെന്നോ അവരെങ്ങനെ കൊണ്ടുപോകുമെന്നോ ഒന്നും തന്നെ ഇപ്പോഴും കൃത്യമായിട്ടില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചും ലക്ഷങ്ങൾ അവർക്ക് ഇനിയും ലഭിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തുടർ ചികിത്സകൾക്കായിട്ട് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പണം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിൽ ഈ ഒരു ദുരന്തമുണ്ടാക്കിയ ആഘാതം പരിഹരിക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലാകുന്ന അനേകം പേരെ നമ്മളവിടെ കണ്ടിട്ടുണ്ട്. അപ്പോഴേ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ പ്രതിഷേധങ്ങൾക്കോ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾക്കോ ആരും തന്നെ തയ്യാറാവില്ല. ഇന്നത്തെ ഒരു ദിവസം കണ്ണീർ ദിവസമാണ്. ഇന്ന് അവരുടെ പ്രിയപ്പെട്ടവർ, അവരുടെ നാട് ഓർമ്മയായ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ജൂലൈ 30-ാം തീയതി പുലർച്ചെ 1:30-ക്കും 3 മണിക്കും ആ ഉരുൾപൊട്ടി എത്തിയ ദുരന്തം അത് നാടിനെ ഒന്നാകെ തുടച്ചു നീക്കിയപ്പോൾ അവരുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളെ, അവരുടെ ഓർമ്മകളെ കൂടിയാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം ആ ഓർമ്മകൾക്ക് മുമ്പിൽ പുഷ്പങ്ങൾ അർപ്പിക്കാൻ മാത്രമാണ് എല്ലാവരും തയ്യാറാവുന്നത്. ഇന്നിപ്പോൾ ഞാനീ നിൽക്കുന്ന ഹൃദയഭൂമിയിൽ ഇവിടെയാണ് ഇന്ന് പ്രധാനമായിട്ടും എല്ലാവരുടെയും ഓർമ്മ പുതുക്കൽ ചടങ്ങുകൾ ഉണ്ടാവുക. അല്പസമയത്തിനുള്ളിൽ വിവിധ ഇടങ്ങളിൽ നിന്നായിട്ട് ഒറ്റയ്ക്കും കൂട്ടമായിട്ടുമൊക്കെ ആളുകൾ ഇവിടേക്ക് എത്തും. വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ 11 മണിക്കാണ് സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഇവിടുത്തെ ചടങ്ങുകളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടെ സർവ്വമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും അതിനുശേഷം പുത്തുമലയിലെ MSA ഓഡിറ്റോറിയത്തിലാണ്, പേപ്പാടിയിലെ MSA ഓഡിറ്റോറിയത്തിലാണ് അനുസ്മരണ ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. OR കേളു, അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ തുടങ്ങിയ മന്ത്രിമാർ ഈ ഒരു ചടങ്ങുകൾക്കൊക്കെ ഭാഗമാകുന്നുണ്ട്. അതിനു പുറമെ വിവിധ സംഘടനകൾ, വിവിധ കക്ഷി നേതാക്കൾ ഇവരൊക്കെ ഇന്നത്തെ ദിവസം ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. നമ്മളെല്ലാം തന്നെ ഒരു വർഷം ഇതിനുപുറം ഇവിടേക്ക് എത്തുമ്പോൾ നമുക്കൊക്കെ പങ്കുവെക്കാനുള്ളത് വലിയ ഹൃദയഭാരമാണ്, ഹൃദയവേദനയാണ്. കഴിഞ്ഞ ദിവസം പല വീടുകളിലും നമ്മൾ ആളുകളെയൊക്കെ പോയി കണ്ട് സംസാരിച്ചപ്പോൾ ഒരു വർഷത്തിനുപുറം ആ ഓർമ്മകളൊക്കെ പങ്കുവെക്കുമ്പോൾ പലർക്കും വാക്കുകൾ കിട്ടാത്ത അവസ്ഥയാണ്. പലരുടെയും വാടക വീടുകളിൽ മരിച്ചുപോയ കുട്ടികളുടെ ചിത്രങ്ങളും കളിപ്പാട്ടങ്ങളും ഒക്കെ നിറഞ്ഞ് ആ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കണ്ണീർ പൊടിയാതെ നമുക്ക് അവരോട് സംസാരിക്കാനാവില്ല. നമ്മളെ തൊണ്ടയിടറും നമ്മൾ സംസാരിക്കുമ്പോൾ. അപ്പോൾ അത്രമാത്രം ഒരു ഹൃദയവേദനയുടെ ഓർമ്മകളുടെ ഒരു പെയ്ത്താണ് ഇവിടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു ഹൃദയഭൂമിയിൽ നിൽക്കുമ്പോൾ ഒരു വർഷത്തിനിപ്പുറവും നമ്മളും നമ്മുടെ മനസ്സ് പറയാതെ ഒന്ന് ഉരുകിപ്പോവും. കാരണം നമുക്കൊപ്പം ഉണ്ടായിരുന്നവരാണ് പലരും ആരാണെന്നോ എന്താണെന്നോ അറിയാതെ ഈ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നത്. എന്നാണെങ്കിലും ഇവരുടെ ഈ ഇന്ന് ജീവനോടെ ഇരിക്കുന്ന ഇവരുടെ ബന്ധുക്കൾക്കെല്ലാം തന്നെ
ഇനി ജീവിതത്തിലേക്ക് തിരിച്ചെത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാകട്ടെ. അതിന് നമുക്ക് എന്ത് ചെയ്യാനാകുമെന്ന കാര്യത്തിൽ തടസ്സങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അത് പരിഹരിക്കാൻ കുറേ കൂടി ഇടപെടലുകളും അതുപോലെ തന്നെ പിന്തുണയും ഒക്കെയാണ് ഈ ഒരു നാടിന് ആവശ്യം. കാര്യം നമ്മൾ ഈ നാടിനെ കൈവിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർക്കത് ഇനിയും തിരിച്ചെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം വരും. അപ്പോൾ ശ്രീജ, നമ്മൾ ഇവിടെ കാണുന്നത് പലരും ഈ ഒരു ഹൃദയഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. പലർക്കും അവരുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ അവരുടെ അന്ത്യാഞ്ജലി അർപ്പിക്കാനും പുഷ്പാർച്ചന നടത്തുവാനും ഒക്കെ ആയിട്ടാണ് പലരും എത്തുന്നത് നമുക്ക് കാണാം. കവറുകൾ പൂക്കളൊക്കെ ആയിട്ട് ആളുകളൊക്കെ എത്തി തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ നമുക്ക് ഈ ഒരു ഓർമ്മകളുടെ ഉരുൾപൊട്ടലിലേക്ക് കടന്നു ചെല്ലേണ്ടി വരും. ശ്രീജ, തീർച്ചയായിട്ടും അനുമോദ്, ഒരു ദിവസം കൊണ്ട് പേരില്ലാതായവരുണ്ട്, വിലാസമില്ലാതായവരുണ്ട്. അക്കൂട്ടത്തിൽ ജൂലൈ 29 വരെ അവർക്കൊക്കെ വിലാസമുണ്ടായിരുന്നു. പക്ഷേ നമുക്കിപ്പോഴും അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളവരും അക്കൂട്ടത്തിലുണ്ട്. 298 പേരുടെ മരണമാണ് അന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. 32 പേരെ കാണാതായി. അതിൽ കുറേയേറെ പേരെ സംസ്കരിച്ചിട്ടുള്ള പുത്തുമലയിലെ ഹൃദയഭൂമി. ജാതിയില്ല, മതമില്ല, മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ആ നാടിന് നഷ്ടപ്പെട്ട മനുഷ്യരെ മുഴുവൻ ഒന്നിച്ച് അവർ കൂട്ടായി ഉറങ്ങുന്ന ആ മണ്ണിലേക്ക് പ്രിയപ്പെട്ടവർ എത്തുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഇന്നത്തെ ദിവസം അവിടേക്ക് ആദരാഞ്ജലി അർപ്പിക്കാനൊക്കെയായി എത്തുന്ന ആളുകളെയാണ്. ഒരു വർഷത്തിനിപ്പുറം നമുക്കവരെ എത്ര കണ്ട് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായി? തുടക്കത്തിൽ ഞാൻ ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യം തന്നെ ഇന്നത്തെ ദിവസം പലതവണ ചോദിക്കേണ്ടി വരും. ശ്രമങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോഴും അവർക്ക് സ്വന്തമായി വീട്, അവരുടെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങാൻ ആവശ്യമായ സാഹചര്യങ്ങൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പക്ഷേ വലിയ സംശയങ്ങൾ ഉയരുന്നുണ്ട്. നമുക്ക് പുത്തുമലയിലെ ഈ ഹൃദയഭൂമിയിലേക്ക് തന്നെ മടങ്ങിയെത്താം. അതിനിടെ നമുക്ക് ചില റിപ്പോർട്ടുകൾ കൂടി നോക്കാം. കേരളത്തിൻ്റെ നോവായ വയനാട് ദുരന്തത്തിൻ്റെ 1-ാം വാർഷികത്തിൽ അവിടെ സർവ്വമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും ഒക്കെ നടക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് എത്താം. ഈ ദുരന്തം നടന്നത് മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ ആണെങ്കിലും അത് മുഴുവൻ ഏറ്റുവാങ്ങിയത് ചാലിയാറാണ്. കിലോമീറ്ററുകൾ അകലെ നിലമ്പൂർ വനമേഖലയിൽ നിന്നായിരുന്നു 180-ലധികം പേരെ അന്ന് കണ്ടെത്തിയത്. മൃതദേഹങ്ങളായും ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങളായും ഒഴുകിയെത്തിയ ഇവരെ അവിടെ നിന്ന് എടുത്ത് ബന്ധുക്കൾക്ക് കൈമാറിയത് അവിടുത്തെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും നാട്ടുകാരും അഗ്നിശമന സേനാംഗങ്ങളും പോലീസും ഒക്കെ ചേർന്നാണ്. അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടവരാണ് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ്. അവർക്കും ആ തിരച്ചിൽ, അന്നത്തെ തിരച്ചിൽ ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്ത വേദന നൽകുന്ന ഓർമ്മയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ കണ്ണീർച്ചാലാണ് യഥാർത്ഥത്തിൽ ചാലിയാർ. ദുരന്തം കലങ്ങിയൊഴുകിയത് ചാലിയാറിലൂടെയാണ്. എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് ചാലിയാറിൻ്റെ തീരങ്ങളിലും കാട്ടിലും മേട്ടിലുമൊക്കെ തെരച്ചിൽ നടത്തിയവരാണ്. ഫുൾ ബോഡികളായിട്ട്, അതായത് മരണപ്പെട്ടവരുടെ ഫുൾ മൃതശരീരങ്ങളായിട്ട് ഒന്നുപോലും കണ്ടെത്താൻ ഭയങ്കര പ്രയാസമായിരുന്നു. അവശിഷ്ടങ്ങളായിട്ട് കൈ, കാല്, അങ്ങനെയായിരുന്നു ഇവിടെ എല്ലാം വന്ന് അടിഞ്ഞിട്ടുണ്ടായിരുന്നു. വന്ന ബോഡികൾ ചാലിയാർ പുഴയെ സംബന്ധിച്ച് ആ ബോഡി എത്തിപ്പെട്ടത് പുഴയിൽ കൂടെ പൊന്തി നിൽക്കുന്ന നിലയിലാണ്. പക്ഷെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് ചൂരൽമല, മറ്റേ സൂചിപ്പാറ, കണ്ടമ്പാറ ഭാഗത്താണ്, ഉൾക്കാടുകളിൽ. അവിടെ ദൈവം തന്നെ പ്രകൃതിയിൽ കുഴിച്ചിട്ട നിലയിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബോഡി കിട്ടിയത് ഞങ്ങൾക്ക് ആ ഭാഗത്തു നിന്നാണ്. ഏകദേശം 80-ൽ പരം ബോഡികൾ, പാർട്സ് പല ഭാഗങ്ങളായിട്ട് കിട്ടിയത്. പിന്നെ അതിൽ തന്നെ ഞങ്ങൾക്ക് ബോഡി കിട്ടിയെന്ന് പറഞ്ഞത് ഒഴുകി വരുന്ന ബോഡിയല്ല കിട്ടിയത്, ദൈവം തന്നെ കുഴിച്ചിട്ടേക്ക് അവിടെ നിന്ന് മാന്തി എടുക്കുക. ഞങ്ങളെ കണ്ണ് കണ്ട ബോഡി ഫുള്ള് മാന്തി എടുക്കായിരുന്നു അവിടെ. ഒരു പക്ഷേ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ കേട്ടുകളി പോലുമില്ലാത്തൊരു ദുരന്തമായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. നമ്മൾ ഒരു ദിവസം പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മുണ്ടേരിയിൽ നിന്നും ചൂരൽമല ഭാഗത്തേക്ക് പോയിട്ട് അവിടെ ഒരു ദിവസം കാട്ടിൽ നമുക്ക് താമസിക്കേണ്ടി വന്നു. ഈ ആദ്യം തെരച്ചിൽ നടത്തിയപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു അവസ്ഥ ആദ്യഘട്ടങ്ങളിലൊക്കെ? നമുക്ക് ശരിക്ക് അവിടെ നിന്നുള്ള ആംബുലൻസ് ഡ്രൈവേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു അറിവിലനുസരിച്ചാണ് ഇവിടെ ഒരു ബോഡി വന്നടിഞ്ഞിട്ടുണ്ടെന്നും അതിന് ഇക്കരെത്തിക്കാനുള്ള സംവിധാനത്തിന് നിങ്ങൾ പുറപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ രാത്രി 2 മണി മുതൽ തന്നെ അലേർട്ടായിട്ടുണ്ടായിരുന്നു. കാരണം ചൂരൽമലയിൽ നിന്നുള്ള സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. നിലമ്പൂരെ ബേസ് ചെയ്തിട്ട് തന്നെ എല്ലാവരും നിൽക്കുന്നത്. ഇവിടെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുകളെ മാറ്റി പാർപ്പിക്കാനും അതേപോലെ വാഹനങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാനൊക്കെയുള്ള സംവിധാനങ്ങളിലായിരുന്നു റെഡി നിന്നിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ഈ ഒരു സംഭവം അറിയുന്നത്. കാരണം അങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് നമുക്ക് ധാരണയില്ല. ഇവിടെ ബോഡികൾ ഇവിടെ വന്നടിയതിനെ കുറിച്ച്. അപ്പോൾ ഒരു കുട്ടീൻ്റെ ബോഡി ഇവിടെ വന്നിട്ടുണ്ട്, അത് ഇക്കരെ എത്തിക്കാനുള്ള സഹായം വേണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ആംബുലൻസ് ഡ്രൈവേഴ്സ് മുണ്ടേരിയിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ
നാട്ടുകാരും പോലീസുകാരൊക്കെ അറിയിച്ച അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടുന്ന് പുറപ്പെടുന്നു. കുട്ടിയുടെ മൃതദേഹത്തുമ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം 14 ദിവസത്തോളം, 11 ദിവസം നമ്മൾ ഇവിടെയും 2 ദിവസം പിന്നെ വയനാട് ADGP അവർ അറിയിച്ച അടിസ്ഥാനത്തിൽ, ഗവൺമെൻറ് സംവിധാനങ്ങൾ അറിയിച്ച അടിസ്ഥാനത്തിൽ നമ്മൾ വയനാട് സൂചിപ്പാറന്ന് അവിടുന്ന് ഇങ്ങോട്ട് മുണ്ടേരിക്ക് ഇങ്ങോട്ടുള്ള തെരച്ചിൽ, അങ്ങനെ 2-3 ദിവസം അവിടെ ആയിട്ട് അങ്ങനെ ടോട്ടൽ 14 ദിവസത്തോളം നീണ്ട തെരച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന ഒരു പാർട്സ് പോലും കളയാതെ അല്ലെങ്കിൽ ഒരു പാർട്സ് പോലും മിസ്സാവാതെ അത് കാത്തിരിക്കുന്ന ഒരു കുടുംബം വയനാട്ടിലുണ്ട്. ഈ ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഉമ്മമാർ, മക്കൾ, നഷ്ടപ്പെട്ട എല്ലാ കുടുംബങ്ങളും ഈ ഒരു പാർട്സിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കത് പരിപൂർണ ബഹുമതിയോടുകൂടി അവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ദൈവമേൽപ്പിച്ചിട്ടുണ്ടെന്ന കടമ. ചിലപ്പോൾ സ്വർണ്ണം മാല ഇട്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ മോതിരിട്ടിട്ടുണ്ടോ, ഇപ്പം ആൾക്ക് തന്നെ അറിയാം, ആൾ മമ്പാടുന്ന് കിട്ടുന്ന ഒരു ബോഡി നമ്മളെ അവിടെ അവർ പറഞ്ഞത് ഭർത്താവിൻ്റെ പേര് മോതിരത്തുമ്പോണ്ടെന്നില്ല, ആ ഒരു ബേസുമ്മലാണ് നമ്മൾ തിരയണതും കണ്ടെത്തണതും, അത് അവരാണ് തിരിച്ചറിയണത്. മലയുടെ ചെരുവിൽ അങ്ങനെ തന്നെ പറയാം. ഒരു ദിവസം ഞങ്ങളോട് നൈറ്റ് കടന്നിട്ട് ഒരു ബോഡിക്ക് 3 മണിക്കൊരു ബോഡി കിട്ടിയ സമയത്ത് അത് ഒരു ലെഗ് കണ്ടു. പിന്നെ അത് മാന്തിരിക്കാൻ ഏകദേശം 4 മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി വന്നു. ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് സഞ്ചരിക്കാൻ കഴിയാത്തൊരു പ്രയാസം തന്നെയായിരുന്നു. കാരണം വന്യമൃഗങ്ങളും മറ്റുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും താണ്ടി തന്നെയാണ് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വർഷം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ പോലെ പത്രമാധ്യമങ്ങൾ അറിയുമ്പോൾ ഒരു വർഷം ഞങ്ങളെ സംബന്ധിച്ച് ഇന്നലകൾ കഴിഞ്ഞ പോലെയാണ്. ഇന്നും അത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതാണ് ദുരന്തം, ആർക്കും മറക്കാനാകില്ല. പ്രത്യേകിച്ച് ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടവർക്ക് അത് അവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വിഷമകരമായ ദിവസങ്ങളിലൂടെ കടന്നുപോയ നാളുകളായിട്ടായിരിക്കും ഓർക്കുക. എന്താണെങ്കിലും ആ ദുരന്തത്തിൽ മൺമറഞ്ഞു പോയവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരം അർപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു വാക്കുകൾ പറഞ്ഞ് നിർത്തുവാൻ സാധിക്കുകയുള്ളൂ. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, News 18. അനുമോദ് തന്നെ തുടരുന്നുണ്ട്. അനുമോദ്, അങ്ങനെ ആ ദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായ ഓരോ മനുഷ്യർക്കും, മാധ്യമ പ്രവർത്തകർക്കായാലും ഉദ്യോഗസ്ഥർക്കായാലും ജനപ്രതിനിധികൾക്കായാലും രാഷ്ട്രീയക്കാർക്കായാലും ഒക്കെ അത് ജീവിതത്തിലൊരു മറക്കാൻ പറ്റാത്ത പാഠമായിരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഒരു രാത്രി കൊണ്ട് എങ്ങനെയാണ് ഒരു നാടും ഒരു ആ നാട്ടിലെ മുഴുവൻ മനുഷ്യരും ഇല്ലാതായി പോകുന്നതെന്നൊക്കെ ഉള്ളത് ഒരുപക്ഷെ പേടിയോടെ മാത്രമേ നമുക്ക് ഓർക്കാൻ കഴിയുള്ളൂ. ഈ പുനരധിവാസത്തിലേക്ക് വന്നാൽ ഇപ്പോഴും വെല്ലുവിളിയായി നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ? അനുമോദ്, വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു, 400-ലേറെ വീടുകൾ വെക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഒരു വർഷത്തിനപ്പുറം അങ്ങോട്ട് ചെല്ലുമ്പോൾ അങ്ങനെ ഒരു വീട് പോലും ആയിട്ടില്ല. വാടക മുടങ്ങുന്നു എന്ന് അവർക്ക് പരാതിയുണ്ട്. അങ്ങനെ നിരവധി പരാതികൾക്കും പരാധീനതകൾക്കും ഇടയിലാണ് അവരുടെ ഇപ്പോഴും അവർ ജീവിക്കുന്നത് എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. അത്തരം സർക്കാരിൻ്റെ വാഗ്ദാനങ്ങൾ അതൊക്കെ എവിടം വരെ എത്തിയിട്ടുണ്ട്? ശ്രീജയ്, പുനരധിവാസമാണ് സർക്കാരിൻ്റെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ചുമതലയുള്ളത്. ഇവിടെ കാലതാമസം വന്നത് ആദ്യഘട്ടത്തിൽ ഈ ഒരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ്. സ്ഥലം കണ്ടെത്തി അത് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ചില നിയമ പ്രശ്നങ്ങൾ വന്നു, നിയമക്കുരുക്കുകൾ വന്നു. എസ്റ്റേറ്റ് ഭൂമി ആയതുകൊണ്ട് അതിൻ്റെ വിലയിൽ, ശ്രീജ നമ്മൾ അതിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ കാണാം, പുത്തുമലയിലെ ഈ അനീഷേട്ടനാണത്. അദ്ദേഹത്തിൻ്റെ അമ്മയും 3 മക്കളും ഈ ഒരു ദുരന്തത്തിൽ ഓർമ്മയായി. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകനും ഈ ഒരു ദുരന്തത്തിൽ ഓർമ്മയായി. അവർക്ക് അവരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ ഒരു ഇടത്ത് കുഴിമാടത്തിൽ അദ്ദേഹം പൂക്കൾ അർപ്പിക്കുകയാണ്. ഈ അനീഷേട്ടൻ്റെ കഥ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം ഇവിടുത്തെ ഒരു 900 കണ്ടിയിലെ ജീപ്പ് ഡ്രൈവറായിരുന്നു. അദ്ദേഹത്തിൻ്റെ 3 ആൺമക്കളായിരുന്നു. നമ്മളവരെക്കുറിച്ചുള്ള വാർത്തയൊക്കെ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. ആ 3 ആൺമക്കളും അതുപോലെ അമ്മയും അദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രനും ഈ ഒരു ദുരന്തത്തിൽ ഓർമ്മയായ ഒരു കഥയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായത്. അവരൊക്കെ അപകടത്തിൽ പരിക്കേറ്റ് കുറേ കാലം ചികിത്സയിലായിരുന്നു. ഇപ്പോഴും അവർ ചികിത്സയിൽ തന്നെയാണ് ഉള്ളത്. അവർക്കും ഈ സ്വന്തമായിട്ട് ഇനിയൊന്നുമില്ല. ഇവർക്കെല്ലാം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സഹായം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളുടെ കുഴിമാടത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു പൂക്കൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സൈന ചേച്ചിയുണ്ട്. ചേച്ചിയും ബന്ധുക്കളും ഒക്കെയാണ് കൂടെയുള്ളത്. ഇന്നലെയും അവരോട് സംസാരിച്ചതാണ്. നമ്മൾ മക്കളുടെ
ഓർമ്മകൾക്ക് മുമ്പിൽ ഇങ്ങനെ പൂക്കളർപ്പിക്കുക എന്നുള്ളത് ഏതച്ഛനെ സംബന്ധിച്ചും ഹൃദയഭേദകമായൊരു കാര്യമാണ്. കാരണം നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ മക്കളില്ലാതാവെന്ന് പറഞ്ഞാൽ ആർക്കും അത് ആ ഒരു ദുരന്തം മറികടക്കാൻ എളുപ്പമായിരിക്കില്ല. പക്ഷേ ഇത് യാഥാർത്ഥ്യങ്ങൾ അത് അംഗീകരിച്ചല്ലേ പറ്റൂ. അവർ ആ പുഷ്പാർച്ചനയും അവരുടെ മക്കളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഈ ദിവസം എല്ലാ ദിവസവും ഓരോ നിമിഷവും കടന്നു പോകുന്നത് മക്കളുടെ ഓർമ്മയിലാണ് അവരുടെ ജീവിതം. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം അതിനല്പം തീവ്രത കൂടും. ഈ ദിവസമാണ് അവരെല്ലാം ഇല്ലാതെയായത്. അതുകൊണ്ട് തന്നെ എങ്ങനെ അവരിതിനെല്ലാം അതിജീവിക്കുന്നു എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാനാകില്ല. അവരുടെ കുടീരങ്ങളിൽ പുഷ്പാർച്ചന നടത്തുന്നു. ചന്ദനത്തിരി അതേപോലെ സുഗന്ധദ്രവ്യങ്ങളെല്ലാം വയ്ക്കുന്നു. ഈ ഒരു കുടീരത്തിൽ കണ്ടോ ചെറിയ കളിപ്പാട്ടങ്ങൾ കാണാം. അതിലേക്കൊന്ന് ക്യാമറ ഓടിച്ചു കഴിഞ്ഞാൽ മക്കളുടെ കളിപ്പാട്ടങ്ങളൊക്കെയാണത്. 3 പേരായിരുന്നു. അവരുടെ 3 പേരുടെയും കളിപ്പാട്ടമൊക്കെയാണ് അവിടെ വെച്ചിട്ടുണ്ട്. അതിനൊപ്പമുള്ള ചോക്ലേറ്റുകൾ, അവർക്ക് പ്രിയപ്പെട്ടതൊക്കെ, അതെല്ലാം തന്നെ അവിടെ ഓർമ്മകളുടെ ഒരു വലിയ ഉരുൾപൊട്ടലാണ് ഇവിടെ എത്തിച്ചേർന്നവർക്കൊക്കെ ഉണ്ടാക്കുന്നത്. ഒരിക്കൽ പോലും ഇവിടെ വരാത്തവർ പോലും ഇതെല്ലാം കണ്ട് മിഴി നിറയുന്നുണ്ട് ആദ്യമായിട്ട് കാണുമ്പോൾ പോലും. കാരണം എല്ലാവർക്കും ഈ കുട്ടികളെന്നത് വളരെ പ്രിയപ്പെട്ടതാണല്ലോ. ചെറിയ കുട്ടികളുടെ കല്ലറകൾക്ക് മുമ്പിൽ എത്തുമ്പോൾ ആരുടെയും മിഴി നിറയും, തൊണ്ടയിടറും. കാരണം അത്രമാത്രം ഹൃദയഭേദകമാണ് പല കാഴ്ചകളും അവരുടെ ഓർമ്മകളൊക്കെ. ഇതുപോലെ 266 പേരാണ് ഇവിടെ ഉള്ളത്. 298 പേരാണ് ആകെ മരിച്ചത്. അതിൽ ചിലരെയൊക്കെ മറ്റിടങ്ങളിലേക്ക് തിരിച്ചറിഞ്ഞ് ഈ ഒരു ശ്മശാനം ഒരുങ്ങുന്നതിന് മുൻപായതുകൊണ്ട് മറ്റു പലയിടത്തും സംസ്കരിച്ചിട്ടുണ്ട്. പലരെയും അതിനുശേഷമാണ് ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. അങ്ങനെ 266 പേരാണ് ഈ മണ്ണിൽ ഉറങ്ങുന്നത്. അതിൽ പലരും ആരാണെന്നും എഴുത്തുകാരാണെന്നോ തിരിച്ചറിയാത്തവരും ഈ കൂട്ടത്തിലുണ്ട്. പലർക്കും ഈ ഒരു ദിവസം അത് കടന്നു പോവുക അത്ര എളുപ്പമായിരിക്കില്ല. കാരണം ഓർമ്മകളുടെ വലിയൊരു വേലിയേറ്റമാണ് ഇവിടെ നമുക്ക് കാണാനാവുക. അവർക്ക് പ്രിയപ്പെട്ടവർക്ക് മുമ്പിൽ ഈ ചോക്ലേറ്റുകളും പൂക്കളും കർപ്പിച്ച് നമുക്ക് പ്രിയപ്പെട്ടതൊക്കെ നമ്മുടെ കൂട്ടുകാർക്കും കൊടുക്കുക എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ്. ആ ചെറിയ കുട്ടി വന്ന് ഈ കല്ലറയിലൊക്കെ ചോക്ലേറ്റൊക്കെ വെച്ചാണ് പോയിട്ടുള്ളത്. അവളുടെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരാകും. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് അവർക്ക് അറിയുന്നുണ്ടാവും. തൊണ്ടയിടറുന്നുണ്ട് പലപ്പോഴും. അനുമോദ്, ഇത്രയും വികാരനിർഭരമാണ്. ക്ഷമിക്കണം പ്രേക്ഷകർ, ക്ഷമിക്കണം. കുഞ്ഞുമക്കളുടെ കല്ലറകൾ കാണുക എന്ന് പറയുന്നത് അത്യന്തം ദുഃഖകരമായൊരു കാര്യമാണ്. അതും ഒരു അച്ഛനും അമ്മയ്ക്കും 3 കുട്ടികളെ, നിവേദും ധ്യാനും ഇഷാനും. അവരുടെ വാർത്ത ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്, അവരെക്കുറിച്ച് ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്. ആ അച്ഛനും അമ്മയും ഇന്നത്തെ ദിവസം അവിടെ വന്ന് ഈ പുഷ്പങ്ങളും അവർക്കിഷ്ടപ്പെട്ട വസ്തുക്കളുമൊക്കെ വെക്കുന്നത് കാണുമ്പോൾ മനസാക്ഷിയുള്ള ആർക്കും അത് കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അനുമോദനെ സംബന്ധിച്ച് എനിക്കറിയാം, അന്ന് ആ സമയം മുഴുവൻ അവിടെ ഉണ്ടായിരുന്നതാണ്. ഇതുപോലെ എത്ര കഥകൾ അനുമോദ് നേരിട്ട് കണ്ടതാണെന്ന് എനിക്കറിയാവുന്നതാണ്. ആ ദൃശ്യങ്ങൾ കണ്ണു നിറയാതെ, തൊണ്ടയിടറാതെ കാണാനോ പറയാനോ കഴിയില്ല എന്നതാണ് അത്യന്തം ദുഃഖകരം. ആ അച്ഛനും അമ്മയും നമ്മളിതൊക്കെ കാണുന്നവരാണ്, അനുഭവിക്കുന്ന അവരുടെ ജീവിതം എത്രത്തോളം
എത്രത്തോളം പ്രയാസമുള്ളതാണ് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 3 ആൺമക്കളെ നഷ്ടപ്പെട്ട ഒരു അച്ഛനും അമ്മയും, മക്കളെ മാത്രമല്ല അനീഷിനെ നഷ്ടപ്പെട്ടത്, അനീഷിൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് പേരെ നഷ്ടപ്പെട്ടു. ഇങ്ങനെ എത്ര കഥകൾ. ഇത് അനീഷിൻ്റെ കഥയാണെങ്കിൽ ഇങ്ങനെ ആ മണ്ണിൽ ഉറങ്ങുന്ന ഓരോ മനുഷ്യരും ആരുടെയൊക്കെയോ പ്രിയപ്പെട്ടവരാണ്. നമ്മൾ മനുഷ്യർ നിസ്സഹായരായി പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. അത്തരത്തിൽ ഒരു ദിവസമായിരുന്നു ജൂലൈ 30. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയേറെ വികാര തീവ്രതയോടെ അല്ലാതെ ആ ദിവസത്തെ ഓർക്കാൻ കഴിയില്ല. അവിടെ എത്തുന്ന ഈ മനുഷ്യന്മാരെ ഒന്നും ഓർക്കാൻ കഴിയില്ല. അവരൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിജീവിച്ചവരാണ്. ഇന്ന് അവിടെ അങ്ങനെ വന്ന് നിൽക്കാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതവരുടെ അതിജീവനത്തിൻ്റെ മാത്രം സാക്ഷ്യമാണ്. പക്ഷേ അവർ കടന്നു പോകുന്ന വഴി എത്രത്തോളം ദുർഘടമാണ്, എത്രത്തോളം തീവ്രമാണ് എന്നൊക്കെ നമുക്കൊക്കെ ആലോചിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ ഈ ദിവസം ഒന്ന് കാണാൻ, അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പിടി പൂക്കൾ വെച്ച്, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ച്, ആ കുഞ്ഞ് അവിടെ ആ മിഠായി വെക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് ഇത്രയേറെ വിഷമം വന്നത്. കാരണം നമുക്കൊക്കെയും മക്കളുള്ളതാണല്ലോ. നമ്മുടെയൊക്കെ മക്കൾ അതുപോലെയുള്ള കുഞ്ഞുങ്ങളാണല്ലോ ആ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ അത് അത്യന്തം വികാര തീവ്രമായ നിമിഷങ്ങളാണ്. അനുമോദ്. ശ്രീജ, സത്യത്തിൽ നമ്മൾക്കിവിടെ എന്ത് പറഞ്ഞാലും അതൊന്നും ഈ ഒരു ഇവിടുത്തെ കാഴ്ചകളെയോ ഇവിടുത്തെ കാഴ്ചകളുടെ ആഴങ്ങളെയോ മുഴുവനായിട്ട് എത്തിക്കാൻ കഴിയുന്നതല്ല. കാരണം ഈ നിൽക്കുന്ന എല്ലാവരുടെ മനസ്സിലും ആ ഉരുള് പൊട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കൊരാളോടൊന്നും ചോദിക്കാനാവില്ല, അങ്ങനെ ചോദിക്കുന്നതും ശരിയല്ല. കാരണം ഇവരൊക്കെ ഈ നേരത്തെ കരയാതെ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇവിടെ ശ്രീജൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കുട്ടി ഇതൊക്കെ വെക്കുമ്പോൾ നമ്മളെ തൊണ്ട വരെ ഇടറി പോവാണ്. നമ്മൾ ഒരിക്കലും ആ കുട്ടികളെ മുൻപ് കണ്ടിട്ടില്ല. ഇവിടെ ഈ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ പോലും ഞാൻ ഇതിനു മുമ്പ് അവരുടെ ജീവനോടെ ഇരിക്കുമ്പോൾ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇവരൊക്കെ ആരൊക്കെ ആണ് എന്നത് തോന്നൽ വരുന്നത് നമ്മളൊക്കെ ആ ദുരന്തത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയതുകൊണ്ടാണ്. നമ്മളിൽ ഒരാൾക്ക് സംഭവിച്ച ദുരന്തമായിട്ട് അവർക്ക് സംഭവിച്ച ആ ദുരന്തത്തെ നമ്മൾ കാണുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഈ ആളുകളൊക്കെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരാവുന്നതും നമ്മൾ അവരുടെയൊക്കെ ഓർമ്മകളെ അത്രമാത്രം സ്നേഹിക്കുന്നതും അവരെ ഈ ദിവസം അത്രത്തോളം ഹൃദയവേദനയോടെ ഓർക്കുകയും ചെയ്യുന്നത്. ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഈ ഒരു ദിവസത്തെ അതിജീവിക്കുക എന്നുള്ളത് എളുപ്പമായിരിക്കില്ല. കാരണം ഓരോ നിമിഷവും ഉരുകി തീരുന്നവരാണ് ഇവരിൽ പലരും. പക്ഷെ അവരെ സംബന്ധിച്ച് ഈ ദിവസം ഇവിടേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ആ ദുരന്തം ദിവസം അത് എങ്ങനെ അവർ ഓർക്കാതിരിക്കുമെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഇവിടെയെല്ലാം വരുന്ന പലപ്പോഴും ഇവരുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ഉറങ്ങാറുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും പലർക്കും ഉറക്കമില്ല. പലപ്പോഴും കരഞ്ഞു തളർന്നും വെറുതെ കിടന്നും അവർ ഓരോ രാത്രിയും തള്ളി നീക്കുകയാണ്. പലരുടെയും ജീവിതം ഇപ്പോഴും സാധാരണ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതൊരു വലിയ വസ്തുതയാണ്. ഒറ്റപ്പെട്ടു പോകുന്നതിനേക്കാൾ തീവ്രമായ മറ്റൊരു വേദന ജീവിതത്തിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ്. കാരണം ഇന്നലെ പല വീടുകളിലേക്ക് ഞാൻ പോയി അവരെ കണ്ട് അവരുടെ ഓർമ്മകൾ പുതുക്കുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവർക്കെല്ലാം തന്നെ ഈ ഒരു ഒറ്റപ്പെടൽ എന്നത് അത് പഠിച്ചു വരുന്നു, അല്ലെങ്കിൽ അതുമായി ശീലിച്ചു വരുന്നു എന്നുള്ളതാണ്. ജൂലൈ 30 എന്ന ഒരു കട തുടങ്ങിയൊരു നൗഫലുണ്ട്. നൗഫലിൻ്റെ ഇന്നലെ പോയി സംസാരിച്ചു. നമ്മൾ ക്യാമറയിലല്ലാതെ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മോൻ 13 വയസ്സുള്ള കുട്ടിയാണ്. അവൻ നൽകിയ ഒരു കത്തിനെ കുറിച്ചാണ് നൗഫൽ എന്നോട് പറഞ്ഞത്. ഉപ്പ ഈ കത്ത് ഇവിടുന്ന് വായിക്കരുത്, പിന്നീട് നോക്കാവൂ എന്ന് പറഞ്ഞ് അയച്ചതാണ്. ആ കത്ത് അയാൾ തുറന്നു നോക്കുന്നത് മകൻ മരിച്ചതിന് ശേഷമാണ്. അതിൽ വർണ്ണക്കടലാസ് കൊണ്ട് എഴുതിയിരിക്കുകയാണ്, മൈ ഡാഡ് ഈസ് ഗ്രേറ്റ്, മൈ ഡാഡ് ഈസ് മൈ ഹീറോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ കത്തിൽ എഴുതിയിരിക്കുകയാണ്. അത് ഇവ മരിച്ചതിന് ശേഷമാണ് നൗഫൽ തുറന്നു വായിക്കുന്നത്. ആ ഒരു അച്ഛൻ്റെ മനസ്സെന്തായിരിക്കും എന്നുള്ളതാണ് ആദ്യം തന്നെ എൻ്റെ ഹൃദയത്തിൽ വന്ന് മുട്ടിയ ഒരു ചോദ്യം. അതുപോലെ മകളുടെ കല്ലറ, മകളുമായിട്ട് വലിയ ആത്മബന്ധമാണ് നൗഫലിനുണ്ടായിരുന്നത്.
ഓരോ സമയവും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മോളോട് സംസാരിച്ചാൽ അതിനെ മറികടക്കുമെന്നാണ് നൗഫൽ പറഞ്ഞിരുന്നത്. ആ തരത്തിൽ നൗഫൽ പറയുകയാണ്, എൻ്റെ മോളുടെ കല്ലറയിൽ പോയിട്ട് കുറേ നേരം ഞാൻ ചിലപ്പോൾ സംസാരിച്ചിരിക്കും. അപ്പോൾ എനിക്ക് എല്ലാ പ്രശ്നങ്ങളും മറികടക്കാനുള്ള വഴികളും അതിൻ്റെ ഉത്തരവൊക്കെ അവൾ തരുമെന്ന്. അങ്ങനെയൊക്കെ പറയുന്ന മനുഷ്യന്മാരാണ് നമ്മുടെ ചുറ്റും ഇവിടെ ഉള്ളത്. ഇവിടെ മരിച്ചുപോയി എന്നുള്ളത് ഇവരുടെ മനസ്സിൽ പോലും അത് എത്രമാത്രം ഉൾക്കൊള്ളുമെന്ന് പറയാനാകില്ല. ഓരോ നിമിഷവും അവരുടെ ഓർമ്മകളിൽ ജീവിക്കുന്നവരാണ് ഈ ഒരു ദുരന്തം ഏറ്റുവാങ്ങിയ ഈ ദൗർഭാഗ്യവാന്മാരായ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് പകരം കൊടുത്തു കഴിഞ്ഞാലും അതൊന്നും അവർക്ക് നഷ്ടമായതിന് പകരമാകില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് അവർക്ക് ഇനി മറ്റൊരു ദുരന്തം ഉണ്ടാകരുത്. അത് അവരുടെ ഉപജീവനത്തിലാവട്ടെ, അവരുടെ അതിജീവനത്തിലാകട്ടെ, ഈ ഓർമ്മകളും പേരുള്ള അവരുടെ യാത്രയിലാകട്ടെ, അതിൽ നമുക്ക് എങ്ങനെ അവർക്കൊപ്പം നിൽക്കാമെന്ന ചോദ്യം മാത്രമാണ് ഉയരുന്നത്. അതിൽ നമ്മളെല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ അവർക്കൊപ്പം നിൽക്കുന്നുണ്ട്. അത് ഇനിയും തുടരണം. പക്ഷേ ഇതൊന്നും ഇവരെ സംബന്ധിച്ച് അവർ നേരിട്ട ഈ ദുരന്തത്തെ അതിജീവിക്കാൻ മതിയാകുമോ എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല. എന്താണെങ്കിലും മഴ പെയ്യുന്നുണ്ട് ശ്രീജായിയുടെ. മഴ പോലെ ഇവിടെ ഓർമ്മകളും ഇവരുടെ മനസ്സിലും ഒക്കെ പെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. കൂടുതൽ ആളുകളൊക്കെ വരുന്ന മണിക്കൂറുകളിൽ ഇവിടേക്ക് എത്തും. എന്താണെങ്കിലും എത്രമാത്രം ഈ തൊണ്ടയിടറാതെയൊക്കെ ഇത് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്നൊന്നും എനിക്കിപ്പോഴും പറയാനാവില്ല. ശ്രീജ, അവിടെ കഴിഞ്ഞ ആ ദുരന്തത്തിൻ്റെ സമയത്ത് മുഴുവൻ ഉണ്ടായിരുന്ന ആളാണ്. ഇതിൽ പലരെയും നേരിട്ട് പരിചയമുണ്ട്. ഇവരുടെയൊക്കെ ജീവിതത്തിലുണ്ടായ ദുരന്തം, അവരനുഭവിച്ച വേദന, ഇതെല്ലാം നേരിട്ട് കണ്ട ഒരാളാണ്. സ്വാഭാവികമായും അത് മനുഷ്യ ഹൃദയമുള്ള ആർക്കും തൊണ്ടയിടറാതെയൊന്നും അത് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് അനീഷിനെയും സൈനയുമാണ്. അനീഷിനും സൈനയ്ക്കും 3 മക്കളെ നഷ്ടമായി. അനീഷിൻ്റെ അമ്മ, സഹോദരിയുടെ മകൻ, അങ്ങനെ കുടുംബത്തിലെ ചെറിയ കുട്ടികളെ മുഴുവൻ നഷ്ടമായൊരു കുടുംബമാണത്. അവർ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറുകയാണ്. ഇപ്പോഴും മക്കൾക്ക് 3 ആൺകുട്ടികളാണ്, നിവേദും ഇഷാനും ധ്യാനും. ആ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഇപ്പോഴും ആ കല്ലറയിൽ കൊണ്ടുവന്ന് വെച്ച് അവർ പ്രാർത്ഥിക്കാറുണ്ട്. അവരെപ്പറ്റി പലതവണ നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അനീഷ്, നൗഫൽ, അങ്ങനെ എത്ര പേരുകൾ ഈ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം ഏറ്റുവാങ്ങി അവരിങ്ങനെ അവരെ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ നമുക്ക് അത് മനുഷ്യന് മാത്രം സാധ്യമായ ഒന്നാണ്. അങ്ങനെ അവരെ തിരിച്ച് ഈ ദൃശ്യങ്ങളിൽ ഇങ്ങനെ കാണുന്നതെന്ന് പറയുന്നത് വേദന മുഴുവൻ ഉള്ളിൽ ഒതുക്കി ഇന്നത്തെ ദിവസം അവർ വന്ന് അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഓർമ്മപ്പൂക്കൾ അർപ്പിച്ച് മടങ്ങുന്നത്. അവരോടൊന്നും സംസാരിക്കാൻ അനുമതി പറഞ്ഞത് വളരെ ശരിയാണ്. അവരോട് നമുക്ക് മൈക്ക് വെക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റുന്നൊരു ദിവസമല്ല ഇന്ന്. അത് അവരോട് ചെയ്യുന്ന ക്രൂരതയാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ഓർമ്മകളിൽ ഇന്ന് ജീവിക്കട്ടെ. അവരെ നമുക്ക് ആ ഓർമ്മകളിലേക്ക് മടങ്ങാൻ അനുവദിക്കാം ഇന്നത്തെ ദിവസം. ഈ ദിവസം വികാരഭരിതമാണ്. അതുകൊണ്ട് അല്പമൊക്കെ നമ്മുടെ തൊണ്ട ഇടറിപ്പോകുന്നുണ്ട്, കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട്. ആ ഓർമ്മകൾക്ക് മുന്നിൽ വീണ്ടും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഒരുപാട് പേരെത്തുന്നുമുണ്ട് അവിടേക്ക്. പക്ഷേ അവരുടെയൊക്കെ കഥകൾ നേരിട്ട് അറിയാവുന്ന റിപ്പോർട്ടറാണ് അനുമോദ്. അവരുടെ കഥകൾ പലതവണ അനുമോദ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മളൊക്കെ, അല്ലെങ്കിൽ പല മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ സങ്കടം എത്രയെന്ന് അറിയാവുന്നത് കൊണ്ട് കൂടിയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇത്രയേറെ വികാര തീവ്രമായി പോകുന്നത്. നമുക്ക് മറ്റു ചില റിപ്പോർട്ടുകളിലേക്ക് കൂടി പോകാം. മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളെ തുടച്ചു നീക്കിയ ഉരുൾപൊട്ടലിൽ 67-കാരനായ അണ്ണയ്യൻ്റെ ജീവിതവും മാറിമറിഞ്ഞു. 2 ഏക്കർ പൊന്ന് വിളയുന്ന കാപ്പിത്തോട്ടവും വീടും കടമുറികളും എല്ലാം നഷ്ടമായതോടെ ഇന്ന് ഉപജീവനത്തിനായി ഓട്ടോ ഓടിക്കുകയാണ് ഈ വൃദ്ധൻ. ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ കോടികൾ വിലമതിക്കുന്ന കൃഷിഭൂമി നഷ്ടമായ പലരെയും നമ്മൾ കണ്ടു. അക്കൂട്ടത്തിലായിരുന്നു അണ്ണയ്യനെയും നമ്മൾ പരിചയപ്പെട്ടത് കഴിഞ്ഞ വർഷം. 1 വർഷത്തിനിപ്പുറവും അണ്ണയ്യൻ സർക്കാരിനോട് തൻ്റെ കൃഷിഭൂമിയുടെ വില നൽകണമെന്ന അപേക്ഷയുമായി കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ അതിജീവനത്തിനായി അദ്ദേഹത്തിൻ്റെ ഒരു മുച്ചക്ര വാഹനമാണുള്ളത്. അണ്ണയ്യൻ ചേരുന്നു. ചേട്ടാ, അതിജീവനം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലല്ലേ? അതെ, അതിജീവനം പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ്. പക്ഷെ ഞങ്ങൾ കളക്ടറേറ്റ് കയറി ഇറങ്ങുന്നല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല. എനിക്ക് എൻ്റെ ആ മരങ്ങൾ കംപ്ലീറ്റ് മാറ്റിത്തരാൻ വേണ്ടി ഞാൻ പല പ്രാവശ്യം കയറി ഇറങ്ങി.
അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ വില തന്നിട്ട് എന്നെ അവിടെ നിന്ന് ഒഴിവാക്കുക. പക്ഷെ നോ ഗോസോണിൻ്റെ അകത്ത് നമ്മുടെ പറയാൻ കൃഷി ചെയ്യുന്നത്, നാളെ ഗവൺമെന്റ് പറയാ കയറണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ചേട്ടൻ്റെ എത്ര ഏക്കർ അവിടെ മൂടിക്കിടക്കുന്ന? എനിക്ക് 2 ഏക്കറുണ്ട്. നിറയെ കാപ്പി ഉണ്ടായിരുന്നു അല്ലേ? നിറയെ കാപ്പി ഉണ്ടായതാണ്. നിറയെ കാപ്പി, കുരുമുളക്, കവുങ്ങുമായിരുന്നു. പിന്നെ ആവക്കാട കൃഷിയുമായിരുന്നു. അതെല്ലാം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. നല്ലൊരു വരുമാനമുള്ളൊരു വ്യക്തി, 25 ലക്ഷത്തിന് മുകളിൽ കിട്ടുമായിരുന്നു. ഒരു 20-25 ലക്ഷത്തിന്റെ അടുത്ത് വരുമായിരുന്നു. കാരണം അത് കാപ്പിക്ക് വില ഉള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ കൊല്ലാണ് ഈ വില വന്നത്, അതുകൊണ്ടാണ് കിട്ടി. പക്ഷേ ഇക്കൊല്ലം എനിക്ക് കിട്ടുമ്പോഴേക്കും അത് പോയി. പിന്നെ കുറച്ച് ലോൺ ഉണ്ട് ബാങ്കിലൊക്കെ, അതിനെ അടയ്ക്കാൻ വേണ്ടി നോട്ടീസ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഏത് ബാങ്കിൽ നിന്നാണ്? സെൻട്രൽ ബാങ്കിൽ നിന്നും സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും. എത്ര ലക്ഷത്തിന്റെ? ഞങ്ങൾക്ക് 13 ലക്ഷം റുപ്യൻ്റെ അടുത്ത് ലോൺ വരുന്നുണ്ട്. 7, 3, 10, 10, 11, 12 ലക്ഷം റുപ്യൻ്റെ അടുത്ത് ലോൺ വരുന്നു. ഭൂമി പണയം വെച്ചെടുത്തതാണോ? അതെ, പേപ്പർ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. പക്ഷെ അത് ഓരോ കൊല്ലം കിട്ടുമ്പോൾ ഞങ്ങൾ പുതുക്കി എടുക്കും, വെച്ചിട്ട് തിരിച്ചെടുക്കും. കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ എടുക്കുകയാണ്. പിന്നെ കുട്ടികളെ എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാനുണ്ടായി, അതൊക്കെ അടച്ചു തീർത്തു. ഒരു വണ്ടിന്റെ ലോൺ ഉണ്ടായി, അതും അടച്ചു തീർത്തു. ഇപ്പൊ എനിക്കൊരു 10ന്റെ മേലെ ഉണ്ട്, 12ന്റെ മേലെ ഉണ്ട്. ഇനിയിപ്പോ തിരിച്ചടയ്ക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. അപ്പോൾ അത് ഗവൺമെന്റ് ഒന്നല്ലെങ്കിൽ ലോൺ എഴുതി തള്ളുക, അല്ലെങ്കിൽ എന്റെ സ്ഥലം എടുക്കുക, അല്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയോ ചെയ്തു. ഓട്ടോറിക്ഷയിലേക്ക് എങ്ങനെ എത്തിയത്? ഓട്ടോറിക്ഷയ്ക്ക് ഒരു സംഘടന തന്നതാണ്. പിന്നെ പീപ്പിൾ ഫൗണ്ടേഷൻകാരൻ പറഞ്ഞു എന്ത് പണിയും നിങ്ങൾക്ക് ചെയ്തു തരാ പറഞ്ഞു. എനിക്ക് പറഞ്ഞു എനിക്കിപ്പോൾ ഒന്നും വേണ്ട, കൃഷി ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്തു തന്നാൽ മതി പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്താ വേണ്ടത് ചെയ്തു തരാ പറഞ്ഞിട്ടുണ്ട്. അവർ മുമ്പ് ഓട്ടോ ഓടിച്ചിട്ടില്ല, ഇപ്പോഴാണ് ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയത്. 67ാമത്തെ വയസ്സിൽ ആണ് വന്നത്. ഞാൻ ഇതിലൊന്നും വരേണ്ട ആളല്ല, എനിക്ക് കൃഷിയാണ് മെയിൻ. കൃഷി ആരെങ്കിലും സംഘടനകൾ എനിക്ക് ആ കൃഷിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായം ചെയ്തു തരികയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. ആ ഭൂമിയിൽ കൃഷി ചെയ്യാനും പറ്റില്ല, അവിടെ കയറാനും പറ്റില്ല. കൃഷി ചെയ്യാന്നാണ് അവർ പറയുന്നത്, ഗവൺമെന്റ് പറയുന്നത്. മരം മാറ്റണം. 10,000 ലോഡ് കണക്കിന് മരമുണ്ട്. അതൊന്ന് മാറ്റി തരികയാണെങ്കിൽ, എനിക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങളായി തരികയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ അതിനോടാണ് യോജിക്കുക. അത് ഗവൺമെന്റിനോട് ഞാൻ അതാ പറയാനുള്ളൂ. എനിക്ക് ഇപ്പൊ എങ്ങനെയാ ജീവിതം? ഈ ഓട്ടോ ഓടുമ്പോൾ ഒരു ദിവസം 150, 200, 250, 300 റുപ്യന് മേലെ കിട്ടൂല. രാവിലെ 8:30 വരും, വൈകുന്നേരം 8:30 മണിക്കാണ് വീട്ടിൽ പോകുന്നത്. പിന്നെ ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലത്തെ എരുമക്കല്ലി ഓട്ടോ സ്റ്റാൻഡിലത്തെ ഡ്രൈവർമാരെ സഹകരണം കൊണ്ടാണ് എന്നെ ഇവിടെ ഓടാൻ വിട്ടത്. അപ്പൊ ഇന്നലെ എനിക്ക് പെർമിറ്റ് തന്നു കൽപ്പറ്റത്തെ. ഓടാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോ അവിടെ പോയാലേ അറിയുള്ളൂ ഇത് എന്താന്നുള്ള സ്ഥിതി. ചേട്ടാ, 68 വയസ്സിൽ ഇതുവരെ ഉണ്ടാക്കിയിരുന്നതെല്ലാം തന്നെ നഷ്ടമായി കഴിഞ്ഞു. കടം തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കണു, പിന്നെയും പിടിച്ചു നിൽക്കുകയാണ്, പോരാടുകയാണ്. എങ്ങനെയാണ് അതിന്റെ ഒരു ധൈര്യം വരുന്നത്? എനിക്ക് ധൈര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ആരും കൈ നീട്ടരുത്, സ്വന്തമായിട്ട് അധ്വാനിച്ച് തിന്നണം. ഇന്ന് വരെ അങ്ങനെയാണ് പഠിച്ചത്. ഇനിയും അതന്നെയാണ് എനിക്ക് ചെയ്യാനുള്ളത്. അല്ല ഗവൺമെന്റ് തരട്ടെ, അല്ല ജോലിയില്ല പറഞ്ഞിട്ട് ഇരിക്കുക, അങ്ങനത്തെ ഒന്നും എനിക്ക് താങ്ങാൻ പറ്റില്ല. നമ്മൾ ജോലിക്ക് പോകണം, ജോലിക്ക് പോയാൽ ജീവിക്കാൻ പറ്റുള്ളൂ, എന്തായാലും നമുക്ക് സമ്പാദിക്കാൻ പറ്റുള്ളൂ. സർക്കാരിനോട് പറയാനുള്ളത് കൃഷിഭൂമി കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറ്റി തരണം. അതെ, കൃഷിഭൂമി കൃഷി ചെയ്യാനുള്ള സൗകര്യത്തിൽ ചെയ്തു തരിക, അതിന് വേണ്ട നാശനഷ്ടങ്ങൾ വെച്ച് തരിക, കൃഷി ചെയ്യാനുള്ള ആനുകൂല്യം നമുക്ക് തരണം. നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. ഇല്ല, ഒരു 37,000 റുപ്യ എന്താ കൃഷിഭവൻ തന്നിട്ടുണ്ട്. അതിനല്ല മേലോട്ട് ഒരു പൈസ എനിക്ക് തന്നിട്ടില്ല. ഞാൻ പല പ്രാവശ്യം കയറി ഇറങ്ങുന്നുണ്ട്. പിന്നെ മുനിസിപ്പാലിറ്റി ചെയർമാൻ ഐസക്കിന്റെ നിർദ്ദേശപ്രകാരമാണ് എനിക്കിപ്പോൾ ഈ പെർമിറ്റ് തന്നെ കിട്ടാൻ കാരണം ഉണ്ടായത്. കുറെ ശ്രമിച്ചിരുന്നവരും പിന്നെ കുറെ നൂലാമാലകൾ ഉണ്ട്. അതിന്റെ ഒക്കെ അത് നഷ്ടപരിഹാരം കിട്ടിയോ? ഇല്ല, ഒന്നും കിട്ടിയില്ല. വീട് എനിക്ക് കൽപ്പറ്റയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. വീട് പോയി, ഇല്ല. ചൂരമല ടൗണിൽ 6 മുറി കടമുറി ഉണ്ടായി, അതിലും കിട്ടിയിട്ടില്ല. പിന്നെ ബാക്കിൽ ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ടായി, അതും പോയി. എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ അതൊക്കെ വാടകയ്ക്ക് കൊടുത്ത ആളാണ്. ഇതിന്റെ ഒന്നും കണക്ക് സർക്കാരിന് കിട്ടിയിട്ടില്ല. ഇല്ല, ഒന്നും കിട്ടില്ല. പിന്നെ ഇന്നലെ ഞങ്ങളെ വിളിച്ചിട്ട് നമ്മുടെ സ്ഥലം അവർ ഏറ്റെടുക്കണം പാലം കെട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ് തക്കതായ നഷ്ടപരിഹാരം തരികയാണെങ്കിൽ ഞങ്ങളത് വിട്ടുതരാം. എന്താണെങ്കിലും അതിജീവനത്തിന്റെ പുതിയ പാഠങ്ങളാണ് അണയൻ ഓട്ടോയിലൂടെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും തോൽക്കാനാകില്ല. പക്ഷേ സർക്കാരിന് മുമ്പിൽ ഈ 68-കാരന് മുന്നോട്ട് വയ്ക്കാൻ ഒരുപാട് അഭ്യർത്ഥനകളുണ്ട്. അത് അദ്ദേഹത്തിന് മാത്രമല്ല, ഇതേ ദുരിതത്തിലൂടെ കടന്നു പോകുന്ന ഈ ചൂരൽമല നിവാസികളിൽ പലർക്കും ഇതേ കാര്യം തന്നെയായിരിക്കും മുന്നോട്ട് വയ്ക്കാനുണ്ടാവുക. സർക്കാർ അത് പരിഗണിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് ഇവർക്ക് പങ്കുവയ്ക്കാനുള്ളതും. അഖിലോട്ട് പാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. അനുമോദ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ ഇത്തരം
മനുഷ്യന്മാരുടെ ജീവിതത്തിലൂടെയാണ് സഞ്ചരിച്ചത്. 67 വയസ്സാണ്. ജീവിതത്തിൽ നേടാനുള്ളത് മുഴുവൻ നേടിക്കഴിഞ്ഞ് ഒരു വിശ്രമ ജീവിതത്തിലേക്ക് കടക്കേണ്ട പ്രായമാണ് അണ്ണയ്യന്. ആ പ്രായത്തിൽ അദ്ദേഹം ഒന്നിൽ നിന്ന് തുടങ്ങുകയാണ്. ഇങ്ങനെ അതിജീവനത്തിൻ്റെ എത്ര കഥകളാണ് ആ വയനാട്ടിലെ ആ മണ്ണിൽ നിന്ന് പറയാനുള്ളത്. ഈ ദിവസങ്ങൾ നമ്മൾ അതുകൂടി ഓർത്തെടുക്കേണ്ടതാണ്. രാജാവിനെ പോലെ ജീവിച്ചിടത്തുനിന്ന് അദ്ദേഹം വീണ്ടും തുടങ്ങുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഇനി ഒന്നും ബാക്കിയില്ല, ഇനി ഒന്നും തീർക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോകാമെന്ന് പറയുന്ന അണ്ണയ്യൻ്റെ ആ കാഴ്ചപ്പാടിലുണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന പ്രതിസന്ധികളെ എങ്ങനെയാണ് മനുഷ്യന് അതിജീവിക്കാനുള്ള ഒരു കരുത്ത് കിട്ടുന്നത് എന്നത് അത് നമ്മളൊക്കെ കണ്ടു പഠിക്കേണ്ടതുമാണ്. വയനാട് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ താടിയിൽ പിടിച്ച് കളിച്ച ഒരു കുഞ്ഞുമോളെ ഓർമ്മയില്ലേ, നൈസ. ചൂരൽമല ദുരന്തത്തെ അടയാളപ്പെടുത്തുന്ന ഒരു ചിത്രമായിരുന്നു നൈസ മോളുടേത്. വാഗ്ദാനങ്ങളൊക്കെ വെറും വാക്കായി മാറിയതിൻ്റെ നിരാശ ഇന്നും നൈസയുടെ അമ്മ ജസീല പങ്കുവയ്ക്കുന്നുണ്ട്. ഈ കുരുന്നിന്റെ കളിച്ചിരിയാണ് എല്ലാം നഷ്ടമായ വേദനയെ മറികടക്കാൻ ജസീലയ്ക്ക് കരുത്താകുന്നത്. സഹോദരിമാരായ ഹിനയെയും ഫൈസയെയും പിതാവ് ഷാജഹാനെയും ഉരുൾ കവർന്നെടുത്തിരുന്നു. ജസീലയുടെ ജീവിതത്തിൽ ശേഷിച്ചത് കുഞ്ഞു നൈസമോൾ മാത്രം. ഇന്നിപ്പോൾ വേദനകൾ മറന്ന് മുന്നോട്ടു പോകാൻ ഇവർക്ക് കരുത്തു നൽകുന്നത് പ്രധാനമന്ത്രിയുടെ വരെ ലാളന ഏറ്റുവാങ്ങിയ നൈസമോളുടെ നിഷ്കളങ്കതയാണ്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതുവരെ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല, ജോലിയൊന്നും ശരിയായിട്ടില്ല. ഇപ്പം എന്തിനെങ്കിലും ഒരു വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും നോക്കാൻ വിചാരിച്ച് നിൽക്കുകയാണ്. ഇനി എന്തെങ്കിലും ശരിയായി അതിന് പോകാൻ നോക്കണം. ഇപ്പം മോള് കൂടെ ഉള്ളതുകൊണ്ട് വലിയൊരു തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഏറെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. എന്നാൽ പിന്നീടുണ്ടായ അനുഭവങ്ങൾ എല്ലാം മറിച്ചു ചിന്തിപ്പിച്ചു. മോദി സാറ് വന്ന് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഒക്കെ നല്ല പ്രതീക്ഷ തന്നെയായിരുന്നു. മോളെ ചേർത്ത് പിടിച്ചൊക്കെ ഇതാക്കിയപ്പോൾ നല്ല പ്രതീക്ഷ തന്നെയായിരുന്നു. പിന്നീട് കൂടെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പിന്നീട് ഒന്നുമില്ലാന്നപ്പോൾ ഭയങ്കര പ്രയാസം തന്നെയാണ് തോന്നിയത്. കൽപ്പറ്റയിൽ ഉയരുന്ന സർക്കാരിന്റെ ടൗൺഷിപ്പാണ് ഇവർക്കിനി അഭയം. നഷ്ടപ്പെട്ടതൊന്നും മറക്കാനാകില്ലെങ്കിലും ഓർമ്മകളുടെ കരുത്തിൽ മുന്നോട്ട് നടക്കുകയാണ് ഈ അമ്മയും മകളും. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഈ ദിവസം ന്യൂസ് 18 പ്രധാനമായും വയനാട്ടിൽ നിന്നുള്ള കാഴ്ചകളിലേക്കും അവിടെ നിന്നുള്ള വാർത്തകളിലേക്കും തന്നെയാണ് പോകുന്നത്.